ഹായ്. ഇപ്പോൾ എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പണ്ടോട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാനിപ്പോൾ വയനാട്ടിലാണ്, അമ്മയുടെ വീട്ടിൽ കുയിലേരിയിലാണ്. ഇങ്ങോട്ട് വന്ന യാത്ര ഒന്നും ഷൂട്ട് ചെയ്തില്ല. ആക്ച്വലി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് മിക്കവാറും ഇന്നിപ്പോൾ എന്താഴ്ച, ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് മിക്കവാറും വ്യാഴാഴ്ച ആയിരിക്കും. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ, അതായത് മറ്റേ നമ്മുടെ സുമി ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്യാമേട്ടൻ്റെ കടയിൽ പോണ വീഡിയോ, മറ്റേ വാനിറ്റി ഹോളിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലേ, അത് ഞാൻ ഷൂട്ട് ചെയ്തത് പിന്നെ ശനിയാഴ്ചയാണ്. ഓക്കെ, ഞായറാഴ്ച ഇങ്ങ് പോന്നു. അവിടെ നിശ്ചയിച്ചിട്ട് വീട്ടിൽ ഒരു ദിവസം നിന്നും തിങ്കളാഴ്ച ഇങ്ങോട്ട് പോന്നു. അങ്ങനെ അപ്പം പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് സംഭവം. ഇതേനാ നോക്കൂ, ഇതാണ് ലൂണ. ലൂണ ലൂണ ജർമ്മൻ ഷെപ്പേർഡാണ്, ജർമ്മൻ ഷെപ്പേർഡ്. ലൂണ. അപ്പുറത്ത് ലിസയുണ്ട്, ലിസ. ഇവിടെ ഇപ്പം ഇങ്ങനെ നടക്കുന്ന നോക്കുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു മോക്കേ ഈ പശുത്തൊഴുത്തിൻ്റെ ഇവിടെ മൊത്തം പശുക്കൾ, ഒരു 3-4 പശുക്കളുണ്ടാവും, അല്ലാതെ കിടാവുണ്ടാവും. മിക്കവാറും രാവിലെ എണീറ്റ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ പശുക്കിടാവ് ഉണ്ടാവുമല്ലോ, അത് ഇവിടെ മിക്കവാറും നിൽപ്പുണ്ടാവും. ഇവിടെ നിന്ന് കാടിയോ കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു പശുക്കിടാവ് മിക്കവാറും നമ്മുടെ വീട്ടിനകത്ത് ജനിച്ചൊരു കിടാവ് കിടപ്പുണ്ടാവും, അടുക്കളപ്പുറത്ത്. തണുപ്പടിക്കുന്ന പറഞ്ഞാൽ അവർ അവിടെ ഇടും. പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഈ പട്ടിക്കൂട് വന്നത്. ഇതിനു മുമ്പ് അവിടെ അപ്പുറത്ത് വേറെ പട്ടിക്കൂടുണ്ട്, അതായിരുന്നു ശരിക്കുള്ള പട്ടിക്കൂട്. ഇതാണ് ശരിക്കും മുമ്പുണ്ടായിരുന്ന പട്ടിക്കൂട്. ഇത് കോഴിക്കോടാണ്. ഇവിടെ കോഴിയൊന്നുമില്ല, കോഴിക്കോടായിരുന്നു. അല്ല, ഇവിടെ പട്ടിക്കൂടായിരുന്നു. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ബ്രൗണി. അത് ചത്തുപോയപ്പം ഇത് കോഴിക്കോടാക്കി അങ്ങ് മാറ്റിയതാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ബ്ലാക്കി, അതും ചത്തുപോയി. ഇത് അപ്പച്ചൻ അന്ന് വൻ സെറ്റപ്പിൽ ഉണ്ടാക്കിയത്. അത് കൂട് വർക്കിംഗ് കണ്ടീഷനല്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഇത്രയും സ്പീഷ്യസാണ്, കണ്ടോ, ഇത്രയും സ്ഥലമുണ്ട്. ഇവിടെ പട്ടിക്ക് ഇങ്ങനെ നടക്കാനിരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു തട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടോ. ആ തട്ടിൽ വേണേൽ പട്ടിക്ക് കിടന്നുറങ്ങാം. അങ്ങനെ സെറ്റപ്പായിരുന്നു. അതൊരു മരത്തിൻ്റെ നട്ടുമാണ്. അങ്ങനെ പണ്ട് എന്നിട്ട് ഈ അമ്മ ആടുകളെ തീറ്റാനൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ആട്ടുകുഞ്ഞുങ്ങളുണ്ടാവും. ആട്ടുകുഞ്ഞുങ്ങൾ എന്നിട്ട് ഇവിടെ ഇപ്പം മുറിച്ച് കളഞ്ഞു. ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ, ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് ഇവിടം വരെ ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഗേറ്റിനകത്ത് എന്നിട്ട് ഈ ആട്ടും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിടും. എന്നിട്ടാണ് തള്ളയാടുകളെ കൊണ്ടുപോകണേ. അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു പണ്ട്. ഇത് കാർ ഷെഡാണ്. ഇവിടെ ഉണ്ടായിരുന്നു ഒരു ആട്ടിൻകൂടിൻ്റെ ഒരു കുറച്ച് ഭാഗം, കുറച്ചാളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടും ആട്ടിൻകൂടുണ്ടായിരുന്നത് ഇവിടെ ഈ ഭാഗത്താണ്. ഈ ഭാഗത്തെ ആട്ടിൻകൂടുണ്ടായിരുന്നു, മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയൊരു കൂട്. അത് കുഞ്ഞുങ്ങൾക്ക് വേറെ, വലിയ ആളുകൾക്ക് വേറെ ആയിട്ട് ഒരു കൂട്. അതല്ലാണ്ട് പിന്നെ പട്ടികയില്ലേ, മരം ഇങ്ങനെ വെച്ച് അടിച്ചടിച്ചടിച്ച് ഇവിടെ ഉണ്ടായിരുന്നൊരു കൂട്. ഇപ്പം പോയി. ഇപ്പം ആർക്കും സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിക്ക് സുഖമില്ലാണ്ടപ്പോഴത്തേക്ക് ഇതൊക്കെ നിർത്തി. കോഴിയുണ്ടായിരുന്നു, കോഴിയും കുറേ അപ്പോഴത്തേക്ക് നിർത്തി. ഇപ്പം പിന്നെ ഒന്നുമില്ല, 2 പട്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ രാജ്ഞി നിൽപ്പുണ്ട്. രാജ്ഞി അവളെങ്ങനെ കയറി കെട്ടിക്കാൻ എന്താണെന്നറിയോ, അല്ലേ അവൾ ഓടിപ്പോകും, പിന്നെ തിരിച്ചു വരില്ല. ഈ പൂച്ചയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, വിളിച്ചാൽ വരില്ല. പട്ടിക്കുട്ടികളൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ അപ്പോൾ വരും. പക്ഷെ പൂച്ചക്കുഞ്ഞുങ്ങൾ വിളിച്ചാൽ വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിടേ നിവർത്തിയേ ഉള്ളൂ. അല്ലേ ശബാ? അല്ലേ? അല്ലേ ശബാ? പോവല്ലേ? നിക്കടി അവിടെ.
ഹലോ എടാ ഈ ആപ്പിളൊന്നും മേടിക്കണ്ട, ആപ്പിളൊന്നും മേടിച്ചില്ല. എന്തോ അവിടെ ഇറക്കണ്ടേ എന്തോ എടി എടി ആ എന്ത് പോണു ഹായ് ആ പെട്ടി ബാഗ് ഇറക്കണ്ടേ ആ ബാഗ് രണ്ട് ഇറക്ക് പെട്ടി പിന്നെ ഇറക്കാം പിന്നെ അവനൊക്കെ എന്താണ് പരിപാടി വാലി പിടിച്ച അവർക്ക് ഇഷ്ടമല്ല അവർക്ക് വാലി പിടിക്കുന്നത് ഇഷ്ടമല്ല അതറിഞ്ഞില്ലല്ലോ ചിക്കൻ മേടിക്കാൻ വന്നു. ചിക്കനാണോ ബീഫാണെന്ന് എനിക്കറിയില്ല. ഇറച്ചി മേടിക്കാൻ വന്നതാണ്. എന്തായാലും ഇപ്പോൾ ഉള്ളത് അച്ഛൻ്റെ വീട്ടിലാണേ. ഞാൻ നേരത്തെ അവിടെ വന്നിറങ്ങിയപ്പോൾ പറയാൻ പറ്റിയില്ല. എന്നെ നേരത്തെ മുതലേ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനത് അന്നേരം എനിക്ക് പറയാൻ പറ്റിയില്ല, അവിടെ വന്ന് ഇറങ്ങിയതല്ലേ. ഇതാണ് നമ്മുടെ റോഡ്. ഒരു ലോറി പാസ്സായിപ്പോയി കണ്ടോ. അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.